ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീയുടെ പങ്കുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഭാമച്ചായ എന്നുള്ളൊരു വിളി എലിമീശ വണ്ണത്തിലല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. അതിനെന്റെ വക ഒരു സമ്മാനം. നമ്മൾ ലൗകിക ജീവിതത്തിലൂടെ സഞ്ചരിച്ചാലും ആത്മസുഖം കിട്ടും, ആത്മീയ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാലും ആത്മസുഖം കിട്ടും. ചെറുവത്തൂരിലൂടെ സഞ്ചരിച്ചാലും ആത്മസുഖം കിട്ടും. അവിടെ ഏത് സ്വാമി? അവിടെ സ്വാമിയൊന്നുമില്ല, എൻ്റെ വീടാ. ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി, ഭയങ്കര സുഖമായിരിക്കും. അങ്ങനെ വേണം. വീട് നിറത്തിലും വലിപ്പത്തിലും അല്ല കാര്യം, സന്തോഷം തരുന്നതാകണം. ഭാര്യ നിറത്തിലും സൗന്ദര്യത്തിലുമല്ല കാര്യം, സമാധാനം തരുന്നവളാകണം. നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ സന്തോഷവും സമാധാനവും ഒത്തുചേർന്നൊരു കുടുംബം ഞാൻ കാണുന്നു. ഏതാ നാള്? മകം. ഇന്നലെ മേടം 16 കണ്ടകശനിയുടെ അപഹാരം കഴിഞ്ഞു. കാരാഗ്രഹവാസം വരെ പറഞ്ഞിരുന്ന സമയ. മനസ്സിന്റെ കാരാഗ്രഹമായാലും മതി. കഷ്ടകാലം കഴിഞ്ഞു, ഇനി രണ്ടുപേർക്കും നല്ല കാല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മൂപ്പരുടെ ജോലി കൂടെ ഒന്ന് പറയാൻ പറ്റുമോ സ്വാമി? അതൊന്നും വേണ്ടെന്നേ. അല്ലെങ്കിൽ തന്നെ ജോലിയൊക്കെ എങ്ങനെ പറയാനാ, അല്ലേ സ്വാമി? പരീക്ഷണങ്ങൾ എനിക്കിഷ്ടമാണ്. മുഖം കണ്ടാൽ മതി പണി പറയാൻ. ജെട്ടി എത്തി. നിക്കവിടെ. സാറ് CID അല്ലേ? അതെ, ഒരു കേസ് അന്വേഷിക്കാൻ വന്നതാ. ആരോടും പറയരുത്. ആരോടും പറയില്ല. ഒരു 10 രൂപ തരുമോ? താങ്ക് യു. ഈ ചീരപ്പഞ്ചർ ദാസന്റെ വീട്? നമ്മുടെ കള്ളൻദാസന്റെ വീട്. അവൻ കണ്ണൂർ ജയിലില്ല, വീട്ടിലൊന്നുമില്ല. അതറിയാം. കേറിക്കോ. അമ്മേ, ദേ അവര് വന്നു. ഞാനാ സാൻകുട്ടി. ഓ, ഇതാരാ? കെട്ടിയോളാം. ഓ, ഭാര്യ. എന്താ പേര്? മല്ലിക. ഞാൻ ജലജ. ഈ നെറ്റിക്ക് എന്ത് പറ്റിയതാ? അത് വരുന്ന. അയ്യോ, അതൊന്നും പറയാതിരിക്കാ ഭേദം. എനിക്ക് പറ്റിയൊരു പോഴത്തരമാണെന്ന് വെച്ചോ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പിട്ട് നടക്കണമെന്ന്. വരുന്ന വഴിക്ക് 2 വാങ്ങിച്ചു കൊടുത്തു. ഇട്ട് 2 അടി നടന്നില്ല, മുഖം പൊത്തി താഴെ. ദൈവാദിനം കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. നിനക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണോടി? ഇതാ സ്വഭാവം. എത്ര കൊടും തണുപ്പാണെങ്കിലും തണുത്ത വെള്ളത്തിലേ കുളിക്കത്തുള്ളൂ. ഓ, കാശായിരിക്കും. അതെ, കാശ് അങ്ങ് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇനി സ്വസ്ഥത തരില്ല. അതെന്താ? ജലജിക്ക് ദാസൻ തന്നയത്തെ കത്ത വേണോ? വേണ്ട. വായിക്കാൻ കൊള്ളാവുന്ന ഒന്നും ഉണ്ടാവില്ല. ഗുരുത്തം കെട്ടവൻ. അകത്തോട്ട് വാ. സൗകര്യങ്ങളൊക്കെ ഒരുപാട് കുറവാ. ഓ, അതൊന്നും സാരമില്ലെന്നേ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ലേഡി, കിടക്കുമ്പോഴേ രണ്ടാൾക്ക് ഒരു കാര്യം ഓർമ്മ വേണം. ഈ കട്ടിലിന്റെ വടക്കേ കാലിനെ അത്രയ്ക്ക് ഉറപ്പ് പോരാ. ഈ അമ്മയുടെ ഒരു കാര്യം. അമ്മ അപ്പുറത്തോട്ട് പോയേ. മറന്നു പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ പറഞ്ഞു. ദാ, ഈ നൈറ്റ് ചേച്ചി ഇട്ടോളൂ. കുളിച്ചിട്ട് വന്ന് ആഹാരം കഴിക്കാം. അത് ഭാര്യ എന്ന് പറഞ്ഞ് ക്ഷമിക്കണം. അല്ലെങ്കിൽ മല്ലിക ഒരു സെറ്റപ്പാണെന്ന് അവർ വിചാരിക്കും. മോശമല്ലേ? അതുകൊണ്ടാ. എന്തായാലും ഭർത്താവായുള്ള അഭിനയം ഭയങ്കര ഓവറായിരുന്നു. ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയാ പെരുമാറുക? ഞാൻ ഇതുവരെ ഭർത്താവായിട്ടില്ലല്ലോ. മാറ്റിയെടുക്കാം, സമയമുണ്ടല്ലോ. കുളിച്ചു വരാം.
നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? 26 മിസ് കോള്. ഒരു മിനിറ്റ്. ഇത് മുഴുവൻ കഴിക്കണോട്ടടി. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരാകാംക്ഷ കൊണ്ട് വിളിച്ചു പോയതാ. എങ്ങനുണ്ട്? എന്താന്ന് വെച്ചാ എളുപ്പം പറയടാ. അവൾ അകത്ത് നോക്കിയിരിക്കുക. ഓ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരു മുറിയിലാ കിടക്കുന്നേ? അതെ. ഒരു കട്ടിലിൽ? ആ. എങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്ത് ഉപകാരം? എല്ലാം ഒന്ന് മൊബൈലിൽ എടുത്തു വെച്ചോ. അതാവുമ്പോ സൗകര്യം പോലെ എനിക്കും കാണാലോ. എന്നാത്തിനാടാ മൊബൈലാക്കുന്നേ? വീഡിയോക്കാരെ വിളിച്ച് ഷൂട്ട് ചെയ്യിക്കാടാ. ബാക്കിയുള്ളവൻ എങ്ങനെയെങ്കിലും ഉള്ള മനസ്സിൽ കയറി പറ്റാന്ന് പറഞ്ഞാൽ സമ്മതിക്കല. വെക്കടാ ഫോൺ അവിടെ. ഹലോ ഹലോ. എന്താ ചായ? എന്തു പറ്റി? എന്തോ ഒരു ദുഃഖവാർത്ത കേട്ട പോലെ. ലിബിയയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എപ്പാ? ഇന്ന് ഉച്ചയ്ക്ക്. വീട്ടിൽ നിന്ന് എപ്പോഴാ ഇറങ്ങിയേ? ആ ഇന്നലെ രാത്രി പുറപ്പെട്ടു. രാവിലെ കണ്ണൂരെത്തി. ഞാനും ഒരു തവണ ദാസേട്ടനെ കാണാൻ കണ്ണൂര് വന്നിട്ടുണ്ട്. വരുന്ന കാര്യം നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നോ? ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്നെ കാണണം. എനിക്കും അത്രയ്ക്ക് ഇഷ്ടാ? എനിക്ക് യോഗ ചെയ്യണം കുളി കഴിഞ്ഞ. ഈ വരട്ട് തള്ളക്ക് എന്തൊക്കെ അറിയാം. ഇതാരായി ഇരിക്കുന്നേ? എന്റെ മാലയും കമ്മലും ഒന്നും ഇട്ട് കാണാൻ പറ്റില്ല. ഭാഗ്യം. അയ്യോ, കുങ്കുമപ്പൊട്ടിടുന്നത് കല്യാണം കഴിച്ചവരല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞല്ലോ. ചുമ്മാ അങ്ങ് പറഞ്ഞാ മതിയോ? അതിന് ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? ചടങ്ങുകളും കഴിഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലായി. 7 കൊല്ലം?